വയനാട് ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയത് കമ്മീഷൻ പറ്റാനെന്ന കെ.ടി. ജലീൽ. ഇത്രയും തുക ഒരു വർഷം ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ പലിശ എന്ത് ചെയ്തെന്ന് വ്യക്തമാക്കണം. UDF ഭരിക്കുന്ന പഞ്ചായത്തിന് തന്നെ മുസ്ലിം ലീഗിന് വിശ്വാസമില്ലെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. ദുരന്തബാധിതർക്ക് മുസ്ലിം ലീഗ് വാങ്ങിയത് തോട്ടഭൂമിയാണ് അല്ലെന്നായിരുന്നു വാദം. ഇപ്പോൾ UDF ഭരിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി തന്നെ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. പറഞ്ഞത് ഇത് തോട്ടഭൂമി അല്ല, ഇതിൽ നിർമ്മാണ പ്രവർത്തനത്തിന് യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് പഞ്ചായത്ത് സെക്രട്ടറി അവർക്ക് നോട്ടീസ് അയച്ചത് എന്നുള്ള കാര്യം ബന്ധപ്പെട്ട ആളുകൾ വിശദീകരിക്കാൻ ബാധ്യസ്ഥരാണ്. 40 കോടി രൂപയോളമാണ് മുസ്ലിം ലീഗ് പിരിച്ചത്. ഈ തുക ഒരു വർഷം ബാങ്കിൽ നിക്ഷേപിച്ചു. ഇതിന്റെ പലിശ എന്തു ചെയ്തെന്ന് വ്യക്തമാക്കണമെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. 30 കോടി രൂപ ഒരു കൊല്ലം ബാങ്കിലിട്ടാൽ എത്ര രൂപയാണ് അതിൻ്റെ പലിശ വരിക? ആ പലിശ സംഖ്യ എന്താണ് ലീഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? മുസ്ലിം ലീഗ് നേതാക്കളുടെ ബന്ധുക്കളും അനുയായികളുമാണ് തോട്ടം ഭൂമി വിറ്റതെന്നും കമ്മീഷൻ തട്ടലായിരുന്നു നേതാക്കളുടെ ലക്ഷ്യമെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.